ബാലഗംഗാധര തിലകൻ ആരംഭിച്ച പത്രം ഏത്? ഉത്തരം കേസരി. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാന ചരിത്രത്തിലെ കൊമഗതമാരു സംഭവവുമായി ബന്ധപ്പെട്ട വിപ്ലവ പ്രസ്ഥാനം ഏത്? ഉത്തരം ഗദ്ദാർ പാർട്ടി. ഗദ്ദർ എന്ന പഞ്ചാബി വാക്കിന്റെ അർത്ഥം? ഉത്തരം വിപ്ലവം. ഏത് വർഷമാണ് ആത്മീയ സഭ രൂപീകരിച്ചത്? ഉത്തരം 1815. ബ്രഹ്മസമാജത്തിന്റെ സ്ഥാപകൻ ആര്? ഉത്തരം രാജാറാം മോഹൻ റോയ്. ഇന്ത്യയുടെ മതസാമൂഹിക പരിഷ്കരണ രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവനയർപ്പിച്ച പ്രസ്ഥാനം? ഉത്തരം ബ്രഹ്മസമാജം. ആധുനിക ഭാരതത്തിന്റെ നവോത്ഥാന നായകൻ എന്ന് അറിയപ്പെടുന്നത് ആര്? ഉത്തരം രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് ആര്? ഉത്തരം രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയ് വേദാന്ത കോളേജ് സ്ഥാപിച്ചതെവിടെ? ഉത്തരം കൽക്കട്ട. ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത്? ഉത്തരം രാജാറാം മോഹൻ റോയ്. വേദങ്ങളുടെയും പ്രധാനപ്പെട്ട 5 ഉപനിഷത്തുക്കളുടെയും പരിഭാഷ ബംഗാളിയിൽ പ്രസിദ്ധീകരിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? രാജാറാം മോഹൻ റോയ്. പോസ്റ്റ് ഓഫീസ് എന്ന കൃതി രചിച്ചത് ആര്? രവീന്ദ്രനാഥ ടാഗോർ. രവീന്ദ്രനാഥ ടാഗോറും ദേശീയ ഗാനവും എന്ന വിഭാഗത്തിൽ ശരിയായവ ഏത്? 1. ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. 2. ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനമായ അമർ സോനാർ ബംഗ്ലയും ടാഗോർ ആണ് രചിച്ചത്. 3. 55 സെക്കൻഡ് കൊണ്ടാണ് ദേശീയ ഗാനം പാടിത്തീരുക. ഓപ്ഷൻ എ 1ഉം 2ഉം ശരി. ഓപ്ഷൻ ബി 1, 2, 3 ശരി. ഓപ്ഷൻ സി 1ഉം 3ഉം ശരി. ഓപ്ഷൻ ഡി 2ഉം 3ഉം ശരി. ഉത്തരം ഓപ്ഷൻ എ 1ഉം 2ഉം ശരിയാണ്. റവല്യൂഷൻ ആൻഡ് കൗണ്ടർ റവല്യൂഷൻ ഇൻ ആൻഷ്യന്റ് ഇന്ത്യ എന്ന പുസ്തകം ആരുടേതാണ്? ഉത്തരം ബി.ആർ. അംബേദ്കർ. നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാനുള്ള ലയന കരാറിൽ ഒപ്പിട്ട വ്യക്തി? സർദാർ വല്ലഭായ് പട്ടേൽ. താജ്മഹലിനെ കാലത്തിന്റെ കവിൾത്തടത്തിലെ കണ്ണീർ തുള്ളി എന്ന് വിശേഷിപ്പിച്ചതാര്? രവീന്ദ്രനാഥ ടാഗോർ. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ സർദാർ വല്ലഭായ് പട്ടേലുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്തത് ഏത്? 1. ഇന്ത്യയുടെ പ്രഥമ ഉപപ്രധാനമന്ത്രിയായിരുന്നു. 2. ലാഹോർ കോൺഗ്രസിന്റെ അധ്യക്ഷനായിരുന്നു. 3. ജന്മദിനമായ ഒക്ടോബർ 31 രാഷ്ട്രീയ ഏകതാ ദിവസമായി ആചരിക്കുന്നു. 4. മരണാനന്തര ബഹുമതിയായി ഭാരതരത്നം പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഓപ്ഷൻസ് എ 2 and 3. ഓപ്ഷൻ ബി 1 and 4. ഓപ്ഷൻ സി 2 മാത്രം. ഓപ്ഷൻ ഡി 4 മാത്രം. ഉത്തരം ഓപ്ഷൻ സി 2 മാത്രം. ലാഹോർ കോൺഗ്രസിന്റെ അധ്യക്ഷനായിരുന്നു എന്നതാണ് ശരിയല്ലാത്ത പ്രസ്താവന. ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതി രചിച്ചതാര്? ജവഹർലാൽ നെഹ്റു. മഹാത്മാഗാന്ധി തന്റെ രാഷ്ട്രീയ പിൻഗാമിയായി പ്രഖ്യാപിച്ചത് ആരെയാണ്? ജവഹർലാൽ നെഹ്റു. ആത്മീയ സഭ എന്ന സംഘടനയുടെ സ്ഥാപകൻ? രാജാറാം മോഹൻ റോയ്. ഏത് സാമൂഹ്യ പരിഷ്കർത്താവാണ് രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത്? വിവേകാനന്ദൻ. സ്വാമി വിവേകാനന്ദന്റെ യഥാർത്ഥ നാമം എന്ത്? നരേന്ദ്രനാഥ് ദത്ത.
ആര്യസമാജം എന്ന സംഘടനയുടെ സ്ഥാപകൻ ആര്? സ്വാമി ദയാനന്ദ സരസ്വതി. ആധുനിക ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രഭാത നക്ഷത്രം എന്നറിയപ്പെട്ടത് ആര്? രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച ദിനപത്രം സംബാദ് കൗമുദി. ഹിതകാരിണി സമാജം സ്ഥാപിച്ചത് ആര്? വീരേശലിംഗം. ചിറ്റഗോങ് ആയുധപുര റെയ്ഡിൻ്റെ നേതാവ് ആരായിരുന്നു? ഉത്തരം സൂര്യ സെൻ. ഇന്ത്യൻ അസോസിയേഷൻ്റെ സ്ഥാപകൻ ആരാണ്? ഉത്തരം സുരേന്ദ്രനാഥ ബാനർജി. പോവർട്ടി ആൻഡ് അൺ-ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചതാര്? ഉത്തരം ദാദാഭായ് നവറോജി. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയിൽ ഉണ്ടായ തകർച്ചയെ വെളിപ്പെടുത്തുന്ന ചോർച്ചാ സിദ്ധാന്തം ആരുടെ സംഭാവനയാണ്? ഉത്തരം ദാദാഭായ് നവറോജി. സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തന ഫലമായി ഇന്ത്യയിൽ നിയമം മൂലം ബ്രിട്ടീഷുകാർ നിരോധിച്ച അനാചാരങ്ങൾ ഏതെല്ലാം? 1. വിധവാ പുനർവിവാഹം നിരോധിച്ചു. 2. അടിമത്തം നിരോധിച്ചു. 3. സതി നിരോധിച്ചു. 4. ശൈശവ വിവാഹം നിരോധിച്ചു. ഓപ്ഷൻ എ 2, 3, 4 ശരി. ഓപ്ഷൻ ബി 1, 3, 4 ശരി. ഓപ്ഷൻ സി 3, 4 ശരി. ഓപ്ഷൻ ഡി 1, 2 ശരി. ഉത്തരം എ 2, 3, 4 ശരി. അടിമത്തം നിരോധിച്ചു, സതി നിരോധിച്ചു, ശൈശവ വിവാഹം നിരോധിച്ചു എന്നത് ശരി. മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ആചാര്യൻ ആരായിരുന്നു? ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ. ഭൂദാന പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? ഉത്തരം ആചാര്യ വിനോബ ഭാവെ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ രക്തസാക്ഷി എന്നറിയപ്പെടുന്നതാര്? ഉത്തരം വാഞ്ചി അയ്യർ. രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി കൊലമരം കയറുന്ന ആദ്യത്തെ മുസൽമാൻ ഞാനാണെന്നോർക്കുമ്പോൾ എനിക്ക് അഭിമാനം തോന്നുന്നു. ആരുടെ വാക്കുകൾ? അഷ്ഫാഖുല്ലാ ഖാൻ. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന പ്രസിദ്ധമായ പ്രഖ്യാപനം ആരുടെ? ഉത്തരം ബാലഗംഗാധര തിലക്. 1925 ഓഗസ്റ്റിലെ കാക്കോരി ഗൂഢാലോചന കേസിന് നേതൃത്വം കൊടുത്ത വിപ്ലവകാരി ആരാണ്? ഉത്തരം രാംപ്രസാദ് ബിസ്മിൽ. ചിറ്റഗോങ് എന്ന പട്ടണം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏത്? ഉത്തരം ബംഗ്ലാദേശ്. ബാലഗംഗാധര തിലകിനെ കുറിച്ച് ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന പുസ്തകമെഴുതിയ ബ്രിട്ടീഷുകാരൻ? ഉത്തരം വാലന്റൈൻ ഷിറോൾ. ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യത്തിൻ്റെ ഉപജ്ഞാതാവ്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥം രചിച്ചത്? ഉത്തരം മൗലാന അബ്ദുൽ കലാം ആസാദ്. മൗലാന അബ്ദുൽ കലാമുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? 1. സ്വതന്ത്ര ഇന്ത്യയുടെ രണ്ടാമത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു.
2. ജന്മദിനമായ നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നു. 3. 1958 ഫെബ്രുവരി 22 അന്തരിച്ചു. 4. അഗ്നിച്ചിറകുകൾ ഇദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ്. ഓപ്ഷൻ എ 1 3 തെറ്റ്. ഓപ്ഷൻ ബി 2 4 തെറ്റ്. ഓപ്ഷൻ സി 1 4 തെറ്റ്. ഓപ്ഷൻ ഡി 2 3 തെറ്റ്. ഉത്തരം ഓപ്ഷൻ സി 1 4 തെറ്റ്. സ്വതന്ത്ര ഇന്ത്യയുടെ ഒന്നാമത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു മൗലാന അബ്ദുൽ കലാം ആസാദ്. അഗ്നിച്ചിറകുകൾ APJ അബ്ദുൽ കലാമിൻ്റെ ആത്മകഥയാണ്. 1934 കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണത്തിന് നേതൃത്വം കൊടുത്ത സ്വാതന്ത്ര്യ സമര സേനാനി ആര്? ഉത്തരം ജയപ്രകാശ് നാരായൺ. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. ഇത് ആരുടെ പ്രഖ്യാപനമാണ്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്? ഉത്തരം മൗലാന അബ്ദുൽ കലാം ആസാദ്. ലോക് നായിക് എന്ന പേരിൽ അറിയപ്പെടുന്നതാര്? ഉത്തരം ജയപ്രകാശ് നാരായൺ. ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയ വർഷം? ഉത്തരം 1931. ഭഗത് സിംഗുമായി ബന്ധമില്ലാത്ത പ്രസ്താവന കണ്ടെത്തുക. 1. 1923 സ്വരാജ് പാർട്ടിക്ക് രൂപം കൊടുത്തു. 2. 1928 ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ എന്ന സംഘടന രൂപീകരിച്ചു. 3. സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബോംബെറിഞ്ഞു. ഓപ്ഷൻ എ 1 മാത്രം. ഓപ്ഷൻ ബി 2 മാത്രം. ഓപ്ഷൻ സി 3 മാത്രം. ഓപ്ഷൻ ഡി 1ഉം 2ഉം ബന്ധമില്ലാത്ത പ്രസ്താവനയാണ്. ഓപ്ഷൻ എ 1 മാത്രം. 1923 സ്വരാജ് പാർട്ടിക്ക് രൂപം കൊടുത്തു എന്നതാണ് ഭഗത് സിംഗുമായി ബന്ധമില്ലാത്ത പ്രസ്താവന. ദേശീയ സ്വാതന്ത്ര്യ സമര കാലത്ത് വന്ദേ മാതരം എന്ന പത്രത്തിന് നേതൃത്വം നൽകിയതാര്? ഉത്തരം ലാലാ ലജ്പത് റായ്. സ്വാതന്ത്ര്യ സമര കാലത്ത് ആദ്യമായി രൂപം നൽകിയ ത്രിവർണ പതാകയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന താമരയുടെ എണ്ണം എത്ര? ഉത്തരം 8. ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുകയും ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തുകയും ചെയ്ത ധീരവനിത? ഉത്തരം മാഡം ഭിക്കാജി കാമ. സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ എന്ന സംഘടന സ്ഥാപിച്ചതാര്? ഉത്തരം പണ്ഡിത രമാബായ്. പഞ്ചാബിൻ്റെ സിംഹം എന്നറിയപ്പെടുന്ന വിപ്ലവകാരി ആര്? ഉത്തരം ലാലാ ലജ്പത് റായ്. ദേശബന്ധു എന്നറിയപ്പെടുന്നത്? ഉത്തരം CR ദാസ്. വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി പണ്ഡിത രമാബായി ബോംബെയിൽ സ്ഥാപിച്ച സ്ഥാപനം ഏതായിരുന്നു? ഉത്തരം ശാരദാ സദൻ. അൺഹാപ്പി ഇന്ത്യ ആരുടെ കൃതിയാണ്? ഉത്തരം ലാലാ ലജ്പത് റായ്. 1856 ഹിന്ദു വിധവ പുനർവിവാഹ നിയമത്തിനു വേണ്ടി പ്രവർത്തിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്? ഉത്തരം ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് പദ്ധതി ഉണ്ടാക്കിയത് ആര്? ഉത്തരം VP മേനോൻ.
ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സമരം ഏത്? ഉത്തരം ചമ്പാരൻ. നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു. എവിടെയും ഇരുട്ടാണ്. ആരുടെ മരണത്തെക്കുറിച്ചാണ് നെഹ്റുവിൻ്റെ ഈ വാക്കുകൾ? ഉത്തരം മഹാത്മാഗാന്ധി. വരാനിരിക്കുന്ന തലമുറകൾക്കുള്ള ഉദാത്ത മാതൃക എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ആര്? ഉത്തരം ആൽബർട്ട് ഐൻസ്റ്റീൻ. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ പട്ടേലിനും നെഹ്റുവിനുമൊപ്പം പ്രധാന പങ്കുവഹിച്ച മലയാളി ആര്? ഉത്തരം വി പി മേനോൻ. ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്നത് എന്ത് ആവശ്യത്തിനാണ്? ഉത്തരം ഖിലാഫത്ത് സമരത്തിൻ്റെ പ്രചാരണാർത്ഥം. തൊട്ടുകൂടായ്മയ്ക്കും ജാതിവ്യവസ്ഥയ്ക്കുമെതിരായ പോരാട്ടത്തിൻ്റെ ഭാഗമായി 1921 തിരുനെൽവേലിയിൽ വെച്ച് ഗാന്ധിജിയെ കണ്ട കേരള നേതാവ്? ഉത്തരം ടി കെ മാധവൻ. ഇന്ത്യ ഗാന്ധിജിക്ക് ശേഷം ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ്? ഉത്തരം രാമചന്ദ്ര ഗുഹ. ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ്? ഉത്തരം വി പി മേനോൻ. വാർധാ വിദ്യാഭ്യാസ പദ്ധതി ആരംഭിച്ച വർഷം? ഉത്തരം 1937. 1909 ഗാന്ധിജി എഴുതിയ പുസ്തകമാണ്? ഉത്തരം ഹിന്ദ് സ്വരാജ്. ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ ആരുടെ പുസ്തകമാണ്? ഉത്തരം വി പി മേനോൻ. നൈ താലിം വിദ്യാഭ്യാസ പദ്ധതി അവതരിപ്പിച്ചതാര്? ഉത്തരം ഗാന്ധിജി. വർത്തമാനപത്രവുമായി ബന്ധപ്പെട്ട് ശരിയായ ഉത്തരം കണ്ടെത്തുക. 1. ബംഗാൾ ഗസറ്റ് ആണ് ഇന്ത്യയിലെ ആദ്യ ദിനപത്രം. 2. മുംബൈ സമാചാർ പ്രസിദ്ധീകരണം തുടരുന്ന ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ദിനപത്രമാണ്. 3. ഹിന്ദി ഭാഷയിലാണ് മുംബൈ സമാചാർ പ്രസിദ്ധീകരിക്കുന്നത്. ഓപ്ഷൻ എ 1, 2, 3 ശരിയുത്തരം. ഓപ്ഷൻ ബി 2, 3 ശരിയുത്തരം. ഓപ്ഷൻ സി 1, 3 ശരി. ഓപ്ഷൻ ഡി 1, 2 ശരി. ഉത്തരം 1ഉം 2ഉം ശരി. മൂന്നാമത്തേത് ഹിന്ദി ഭാഷയിലാണ് മുംബൈ സമാചാർ പ്രസിദ്ധീകരിക്കുന്നത് എന്നതാണ്. അത് തെറ്റാണ്. ഗുജറാത്തിയിലും ഇംഗ്ലീഷിലുമാണ് മുംബൈ സമാചാർ പ്രസിദ്ധീകരിക്കുന്നത്. ചുവടെ തന്നിട്ടുള്ളതിൽ ബാലഗംഗാധര തിലകൻ ആരംഭിച്ച പത്രം ഏതായിരുന്നു? ബംഗാളി, വന്ദേ മാതരം, ന്യൂ ഇന്ത്യ, മറാത്ത? ഉത്തരം മറാത്ത. ബോംബെ ക്രോണിക്കിൾ എന്ന പത്രസ്ഥാപകൻ ആര്? ഉത്തരം ഫിറോസ് ഷാ മേത്ത. യങ് ഇന്ത്യ പത്രത്തിൻ്റെ സ്ഥാപകൻ ആര്? ഉത്തരം മഹാത്മാഗാന്ധി. ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന കൊടിയ ചൂഷണത്തെ ഹൃദയഹാരിയായി ചിത്രീകരിച്ച ദീനബന്ധു മിത്രയുടെ നാടകം? ഉത്തരം നീൽ ദർപ്പൺ. അമൃത ഷേർഗിൽ പ്രശസ്തയായത് ഏത് രംഗത്താണ്? ഉത്തരം ചിത്രരചന. ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം ആരുടേതാണ്? ഉത്തരം നന്ദലാൽ ബോസ്. നിബന്ധമാല എന്ന ദേശാഭിമാന ബോധം തുളുമ്പുന്ന കൃതി ഏതു ഭാഷയിൽ രചിക്കപ്പെട്ടതാണ്? ഉത്തരം മറാത്തി. പട്ടികയിൽ നിന്ന് ശരിയല്ലാത്തത് തിരഞ്ഞെടുക്കുക. 1. ആനന്ദമഠം ബങ്കിംചന്ദ്ര ചാറ്റർജി, ബംഗാൾ. 2. നീൽ ദർപ്പൺ ദീനബന്ധു മിത്ര, ബംഗാൾ.
3. ഗീതാഞ്ജലി രവീന്ദ്രനാഥ ടാഗോർ, ബംഗാൾ. 4. രംഗഭൂമി പ്രേംചന്ദ്, ബംഗാൾ. ഓപ്ഷൻസ്: ഓപ്ഷൻ എ 4 മാത്രം തെറ്റ്, ഓപ്ഷൻ ബി 3 മാത്രം തെറ്റ്, ഓപ്ഷൻ സി 2 മാത്രം തെറ്റ്, ഓപ്ഷൻ ഡി 1 മാത്രം തെറ്റ്. ഉത്തരം ഓപ്ഷൻ എ 4 മാത്രം തെറ്റ്. ബാക്കി എല്ലാവരും ബംഗാൾ ഭാഷയിലെ എഴുത്തുകാരാണ്. പ്രേംചന്ദ് ഹിന്ദി എഴുത്തുകാരനാണ്. അഹമ്മദാബാദ് തുണിമിൽ സമരത്തിൻ്റെ കാരണം. ഉത്തരം പ്ലേഗ് ബോണസ്. 1918 ഗാന്ധിജി തൊഴിലാളികൾക്കു വേണ്ടി ഇടപെട്ടത് ഏതു സത്യാഗ്രഹത്തിലാണ്? ഉത്തരം അഹമ്മദാബാദ്. ഗാന്ധിജി ആദ്യമായി ഇന്ത്യയിൽ നടത്തിയ നിരാഹാര സമരം. ഉത്തരം അഹമ്മദാബാദ് മിൽ സമരം. ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ ഏവ? 1. ഖേദ സമരം. 2. മീററ്റ് സമരം. 3. ചമ്പാരൻ സമരം. 4. ഹോം റൂൾ സമരം. ഓപ്ഷൻസ്: എ 1 and 2, ഓപ്ഷൻ ബി 1, 3, ഓപ്ഷൻ സി 2, 3, ഓപ്ഷൻസ് ഡി 3, 4. ഉത്തരം ഓപ്ഷൻ ബി 1, 3. ഖേദ സമരവും ചമ്പാരൻ സമരവുമാണ് ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ. ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ചേർത്ത് പറയപ്പെട്ട പേരുകൾ. 1. മൗലാന മുഹമ്മദ് അലി. 2. മുഹമ്മദ് അലി ജിന്ന. 3. സലീം അലി. 4. മൗലാന ഷൗക്കത്ത് അലി. ഓപ്ഷൻസ്: എ 1, 2, ഓപ്ഷൻസ് ബി 1, 3, ഓപ്ഷൻ സി 1, 4, ഓപ്ഷൻസ് ഡി 2, 4. ഉത്തരം ഓപ്ഷൻ സി 1, 4. മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലിയുമാണ് ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ചേർത്ത് പറയപ്പെട്ട പേരുകൾ. താഴെ പറയുന്നവയിൽ റൗലറ്റ് നിയമവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏവ? 1. വിചാരണ കൂടാതെ അനിശ്ചിതകാലം തടവിലിടാം. 2. ഏതൊരു ഇന്ത്യക്കാരനെയും വാറന്റില്ലാതെ അറസ്റ്റ് ചെയ്യാം. 3. 1909 ഈ നിയമം നിലവിൽ വന്നു. 4. പ്രത്യേക കോടതികളിൽ രഹസ്യ വിചാരണ നടത്താം. ഓപ്ഷൻസ്: എ 1, 2, 4, ഓപ്ഷൻസ് ബി 1, 3, ഓപ്ഷൻ സി 2, 4, ഓപ്ഷൻ ഡി മുഴുവനും. ഉത്തരം ഓപ്ഷൻ എ 1, 2, 4 റൗലറ്റ് നിയമവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ആണ്. മൂന്നാമത്തെ ഉത്തരമായ 1909 നിയമം നിലവിൽ വന്നു എന്നത് തെറ്റായ പ്രസ്താവനയാണ്. 1919 മാർച്ച് 10 റൗലറ്റ് നിയമം നിലവിൽ വന്നത്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം ഏത്? ഉത്തരം 1919. റൗലറ്റ് വിരുദ്ധ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന ദാരുണ സംഭവം ഏത്? ഉത്തരം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ഗാന്ധിജി കൈസർ ഇ ഹിന്ദ് ബഹുമതി ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരെ നൽകിയത് ഏത് സംഭവത്തിൽ പ്രതിഷേധിച്ചിട്ടാണ്? ഉത്തരം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷൻ. ഉത്തരം ഹണ്ടർ കമ്മിറ്റി. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം കൊടുത്ത മൈക്കിൾ ഒ ഡയറിനെ വധിച്ച് വധശിക്ഷ ഏറ്റുവാങ്ങിയ സ്വാതന്ത്ര്യ സമര പോരാളി ആരായിരുന്നു? ഉത്തരം ഉദ്ധം സിംഗ്.
ഖിലാഫത്ത് പ്രസ്ഥാനവും ദേശീയ പ്രസ്ഥാനവും ഒരുമിച്ച് പ്രവർത്തിച്ച കാലയളവ്. ഉത്തരം നിസ്സഹകരണ സമരം. ഏതൊരു ഇന്ത്യക്കാരനെയും വാറന്റില്ലാതെ അറസ്റ്റ് ചെയ്യാമെന്ന ബ്രിട്ടീഷ് കരിനിയമത്തിൻ്റെ പേരെന്ത്? ഉത്തരം റൗലറ്റ് ആക്ട്. ചൗരി ചൗര സംഭവം മൂലം ഗാന്ധിജി നിർത്തിവെച്ച സമരം. 1. നിസ്സഹകരണ സമരം. 2. ഉപ്പ് സത്യാഗ്രഹം. 3. റൗലറ്റ് സമരം. 4. ചമ്പാരൻ സമരം. ഓപ്ഷൻ എ 2 മാത്രം ശരി. ഓപ്ഷൻ ബി 1 മാത്രം ശരി. ഓപ്ഷൻ സി 1ഉം 2ഉം ശരി. ഓപ്ഷൻ ഡി 4 മാത്രം ശരി. ഉത്തരം ഓപ്ഷൻ ബി 1 നിസ്സഹകരണ സമരം മാത്രമാണ് ശരി. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളിൽ നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്തത് ഏത്? ഓപ്ഷൻ എ ഖിലാഫത്ത് പ്രസ്ഥാനം. ബി സൈമൺ കമ്മീഷൻ റിപ്പോർട്ട്. സി സിഡ്നി റൗലറ്റ് കമ്മിറ്റി റിപ്പോർട്ട്. ഡി ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ഉത്തരം ഓപ്ഷൻ ബി സൈമൺ കമ്മീഷൻ റിപ്പോർട്ട്. ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ഏത് നിയമത്തിനെതിരായിരുന്നു ജനങ്ങൾ ജാലിയൻ വാലാബാഗിൽ പ്രതിഷേധ സമരത്തിന് ഒത്തുചേർന്നത്? ഉത്തരം റൗലറ്റ് നിയമം. നിസ്സഹകരണ സമരത്തിൻ്റെ പ്രഖ്യാപിത ആശയങ്ങളിൽ ഉൾപ്പെടാത്തത്? ഓപ്ഷൻ എ നികുതി നൽകാതിരിക്കുക. ബി തിരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക. സി കൃഷിയിടങ്ങൾ തരിശിടുക. ഡി ബ്രിട്ടീഷ് പുരസ്കാരങ്ങൾ തിരികെ നൽകുക. ഉത്തരം ഓപ്ഷൻ സി കൃഷിയിടങ്ങൾ തരിശിടുക. നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം? ഉത്തരം ചൗരി ചൗര സംഭവം. ചൗരി ചൗര സംഭവം നടന്ന വർഷം ഏത്? ഉത്തരം 1922. 1928 സർദാർ വല്ലഭായ് പട്ടേൽ ഗുജറാത്തിലെ കർഷകർക്കു വേണ്ടി സംഘടിപ്പിച്ച സത്യാഗ്രഹം. ഉത്തരം ബർദോളി സത്യാഗ്രഹം. ബർദോളി സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? 1. നിയമലംഘന പ്രസ്ഥാനമായിരുന്നു. 2. ഭൂനികുതി വർദ്ധിപ്പിച്ചതിനെതിരെയായിരുന്നു. 3. കർഷക സമരമായിരുന്നു. 4. ഗാന്ധിജിയുടെ നേതൃത്വത്തിലായിരുന്നു. ഓപ്ഷൻ എ 1 മാത്രം തെറ്റ്. ഓപ്ഷൻ ബി 1ഉം 2ഉം തെറ്റ്. ഓപ്ഷൻ സി 4 മാത്രം തെറ്റ്. ഓപ്ഷൻ ഡി 2ഉം 4ഉം തെറ്റ്. ഓപ്ഷൻ സി 4 മാത്രം തെറ്റ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിലായിരുന്നു എന്നത് തെറ്റ്. സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ നേതൃത്വത്തിലായിരുന്നു ബർദോളി സത്യാഗ്രഹം. ഉപ്പ് സത്യാഗ്രഹം നടന്ന വർഷം? ഉത്തരം 1930. താഴെ പറയുന്നവയിൽ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായുള്ള ദണ്ഡി യാത്രയിൽ പങ്കെടുത്ത മലയാളികൾ ആരെല്ലാം? 1. സി കൃഷ്ണൻ നായർ. 2. കുമാരനാശാൻ. 3. രാഘവ പൊതുവാൾ. 4. മന്നത്ത് പത്മനാഭൻ. ഓപ്ഷൻ എ 1ഉം 3ഉം 4ഉം. ഓപ്ഷൻ ബി 2ഉം 4ഉം. ഓപ്ഷൻ സി 1ഉം 3ഉം. ഓപ്ഷൻ ഡി എല്ലാവരും. ഉത്തരം ഓപ്ഷൻ സി 1ഉം 3ഉം. സി കൃഷ്ണൻ നായർ, രാഘവ പൊതുവാൾ എന്നിവരാണ് ശരിയുത്തരം. ഗാന്ധിജിയോടൊപ്പം ദണ്ഡി യാത്രയിൽ പങ്കെടുത്ത മലയാളികൾ 4 പേരാണ്. സി കൃഷ്ണൻ നായർ, ശങ്കരൻ എഴുത്തച്ഛൻ, രാഘവ പൊതുവാൾ, ടൈറ്റസ് എന്നിവരാണത്. നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചതാരെ? ഉത്തരം റാണി ഗൈഡിൻല്യൂ. ഗാന്ധിജി ദണ്ഡി കടപ്പുറത്ത് വെച്ച് ഉപ്പുകുറുക്കി നിയമലംഘന പ്രക്ഷോഭം ആരംഭിച്ചതെന്നാണ്?
ഉത്തരം 1930 ഏപ്രിൽ 6. ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? 1. ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തു. 2. 1, 3 വട്ടമേശ സമ്മേളനങ്ങളിൽ പങ്കെടുത്തു. 3. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഓപ്ഷൻ എ 1 മാത്രം ശരി. ഓപ്ഷൻ ബി 2ഉം 3ഉം ശരി. ഓപ്ഷൻ സി 3 മാത്രം ശരി. ഓപ്ഷൻ ഡി 1ഉം 3ഉം ശരി. ഉത്തരം ഓപ്ഷൻ സി 3 മാത്രം ശരി. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ മാത്രമേ ഗാന്ധിജി പങ്കെടുത്തിട്ടുള്ളൂ. വട്ടമേശ സമ്മേളനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? 1. വട്ടമേശ സമ്മേളനങ്ങൾ അമേരിക്കയിലാണ് നടന്നത്. 2. ഗാന്ധിജി രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തു. 3. 1931 മൂന്നാം വട്ടമേശ സമ്മേളനം നടന്നത്. 4. സരോജിനി നായിഡു രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഓപ്ഷൻ എ 1, 3, 4 തെറ്റ്. ഓപ്ഷൻ ബി 2, 3, 4 തെറ്റ്. ഓപ്ഷൻ സി 2ഉം 4ഉം തെറ്റ്. ഓപ്ഷൻ ഡി 1ഉം 3ഉം തെറ്റ്. ഉത്തരം ഓപ്ഷൻ ഡി 1ഉം 3ഉം തെറ്റ്. വട്ടമേശ സമ്മേളനങ്ങൾ അമേരിക്കയിലാണ് നടന്നതെന്നും 1931 മൂന്നാം വട്ടമേശ സമ്മേളനം നടന്നത് എന്നതും തെറ്റുത്തരമാണ്. ലണ്ടനിലെ ജെയിംസ് പാലസ് ആയിരുന്നു വട്ടമേശ സമ്മേളനങ്ങളുടെ വേദി. മൂന്നാം വട്ടമേശ സമ്മേളനം നടന്നത് 1932 നവംബർ 17 മുതൽ ഡിസംബർ 24 വരെ ആയിരുന്നു. ലണ്ടനിൽ നടന്ന 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യൻ നേതാവ്? ഉത്തരം BR അംബേദ്കർ. വ്യക്തി സത്യാഗ്രഹത്തിനായി ആദ്യം തിരഞ്ഞെടുത്തത് ഏത് വ്യക്തിയെയാണ്? ഉത്തരം വിനോബ ഭാവെ. ഗാന്ധിജി ക്വിറ്റ് ഇന്ത്യ എന്ന മുദ്രാവാക്യം മുഴക്കിയ വർഷം? ഉത്തരം 1942. ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെ? ഉത്തരം അരുണ ആസഫ് അലി. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തെക്കുറിച്ച് താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? 1. 1942 ജൂലൈ 14 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാസാക്കിയ വാർധാ പ്രഖ്യാപനമാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയത്തിലേക്ക് നയിച്ചത്. 2. ക്രിപ്സ് ദൗത്യത്തിൻ്റെ പരാജയത്തെ തുടർന്നാണ് ഈ പ്രക്ഷോഭം ആരംഭിച്ചത്. 3. മുസ്ലിം ലീഗ് സജീവമായി ഈ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തു. 4. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജി ഈ പ്രക്ഷോഭത്തിലാണ് നൽകിയത്. ഓപ്ഷൻ എ 1, 2, 3, 4 ശരി. ഓപ്ഷൻ ബി 1, 2, 3 ശരി. ഓപ്ഷൻ സി 3, 4 ശരി. ഓപ്ഷൻ ഡി 1, 2, 4 ശരി. ഉത്തരം ഓപ്ഷൻ ഡി 1, 2, 4 ശരി. മുസ്ലിം ലീഗ് സജീവമായി പ്രക്ഷോഭത്തിൽ പങ്കെടുത്തു എന്നത് തെറ്റായ പ്രസ്താവനയാണ്. 1946 നടന്ന നാവിക കലാപം ആരംഭിച്ചത് ഏത് കപ്പലിലെ നാവികരായിരുന്നു? ഉത്തരം INS തൽവാർ. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ ഉണ്ടായിരുന്ന നാട്ടുരാജ്യങ്ങളുടെ എണ്ണം? ഉത്തരം 565. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങൾ? ഉത്തരം ഹൈദരാബാദ്, കാശ്മീർ, ജുനഗഡ്. 1948 ഫെബ്രുവരിയിൽ നടന്ന ജനഹിത പരിശോധനയിലൂടെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ച നാട്ടുരാജ്യം? ഉത്തരം ജുനഗഡ്. ഹൈദരാബാദ് ഇന്ത്യൻ യൂണിയനോട് കൂട്ടിച്ചേർത്തത് എന്ന്? ഉത്തരം 1949 നവംബർ 23.
1961 ഇന്ത്യൻ യൂണിയനിൽ ചേരുന്നതിന് മുൻപ് ഗോവ ഏതു വിദേശ രാജ്യത്തിൻ്റെ കീഴിലായിരുന്നു? ഉത്തരം പോർച്ചുഗൽ. ഫ്രഞ്ച് അധിനിവേശ പ്രദേശമായ കാരക്കൽ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ട വർഷം? 1954. ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം? ഉത്തരം ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശ് സംസ്ഥാനം നിലവിൽ വന്ന വർഷം? ഉത്തരം 1956. 1953 സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാനായി പ്രവർത്തിച്ചത് ആര്? ഉത്തരം ഫസൽ അലി. തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കുക എന്ന ആവശ്യവുമായി നിരാഹാര സമരം നടത്തി മരണമടഞ്ഞ സ്വാതന്ത്ര്യ സമര സേനാനി ആര്? ഉത്തരം പോറ്റി ശ്രീരാമലു. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അംഗങ്ങളിൽ പെടാത്തത്? എ. കെ. എം. പണിക്കർ, ബി. പോറ്റി ശ്രീരാമലു, സി. എച്ച്. എൻ. കുൻസ്രു, ഡി. ഫസൽ അലി. ഉത്തരം ഓപ്ഷൻ ബി, പോറ്റി ശ്രീരാമലു. കേരളം, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ തീരദേശ മണലിൽ നിന്നു ലഭിക്കുന്ന ആണവോർജ ധാതു? ഉത്തരം തോറിയം. ശാസ്ത്രരംഗത്ത് പ്രഗത്ഭനായിരുന്ന മുൻ ഇന്ത്യൻ രാഷ്ട്രപതി ആര്? ഉത്തരം ഡോക്ടർ APJ അബ്ദുൽ കലാം. ഇന്ത്യയിൽ ആദ്യത്തെ സർവകലാശാല സ്ഥാപിച്ചത്? ഉത്തരം കൽക്കട്ടയിൽ. ഇന്ത്യയിലെ ആദ്യ വനിതാ സർവകലാശാലയുടെ സ്ഥാപകൻ? ഉത്തരം DK കാർവെ. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഹണ്ടർ വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിച്ചത് ആര്? ഉത്തരം റിപ്പൺ പ്രഭു. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ പ്രധാന തത്വങ്ങളിൽ പെടുന്നവ ഏതെല്ലാം? 1. സമാധാനപരമായി സഹവർത്തിത്വം. 2. വംശീയവാദത്തോടുള്ള വിദ്വേഷം. 3. വിദേശ സഹായത്തിൻ്റെ ആവശ്യകതയിലുള്ള ഊന്നൽ. ഓപ്ഷൻ എ 1ഉം 2ഉം മാത്രം. ഓപ്ഷൻ ബി 1ഉം 3ഉം മാത്രം. ഓപ്ഷൻ സി 2, 3 മാത്രം. ഓപ്ഷൻ ഡി എല്ലാം 1ഉം 2ഉം 3ഉം. ഉത്തരം ഓപ്ഷൻ ഡി എല്ലാം. 1ഉം 2ഉം 3ഉം വിദേശ നയത്തിൻ്റെ പ്രധാന തത്വങ്ങളിൽ പെടുന്നവയാണ്. ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ പേര്? ഉത്തരം ചേരിചേരാ നയം. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പിട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി? ഉത്തരം ജവഹർലാൽ നെഹ്റു. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ? ഉത്തരം ഇന്ത്യയും ചൈനയും. ഇന്ത്യ ചൈന യുദ്ധം നടന്ന വർഷം? ഉത്തരം 1962. 1965 ഇന്ത്യ പാക് യുദ്ധ സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി? ഉത്തരം ലാൽ ബഹദൂർ ശാസ്ത്രി. ഇന്ത്യയും പാകിസ്ഥാനും താഷ്കന്റ് കരാർ ഒപ്പിട്ട വർഷം? ഉത്തരം 1966. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെടുമ്പോൾ ആരായിരുന്നു ഫ്രാൻസിലെ ഭരണാധികാരി? ഉത്തരം ലൂയി 14. ഇന്ത്യയിൽ ഇംഗ്ലീഷുകാരുടെ ആദ്യത്തെ വ്യാപാര കേന്ദ്രം? ഉത്തരം സൂറത്ത്. ടിപ്പു സുൽത്താനിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് മലബാർ ലഭിച്ചത് ഏത് ഉടമ്പടി പ്രകാരം? ഉത്തരം 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി. പ്ലാസി യുദ്ധത്തിൽ സിറാജ് ഉദ് ദൗളയെ പരാജയപ്പെടുത്തിയത് ആരായിരുന്നു? ഉത്തരം റോബർട്ട് ക്ലൈവ്. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയ യുദ്ധം ഏത്? ഉത്തരം പ്ലാസി യുദ്ധം. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാൻ ഇടയാക്കിയ യുദ്ധങ്ങൾ?
ഉത്തരം പ്ലാസി യുദ്ധവും ബക്സാർ യുദ്ധവും. ബംഗാളിൽ ബ്രിട്ടീഷ് ഭരണത്തെ എതിർത്ത വർഗക്കാർ. ഉത്തരം സാന്താളുകൾ. സാന്താളർ അധിവസിച്ചിരുന്ന ഭൂമി. ഉത്തരം ദാമിൻ ഇ കോഹ്. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങൾ അവ നടന്ന വർഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുക. 1. വേലുത്തമ്പിയുടെ കലാപം. 2. സന്താൾ കലാപം. 3. സന്യാസി കലാപം. 4. ശിപ്പായി ലഹള. ഓപ്ഷൻ എ 1, 2, 4, 3. ഓപ്ഷൻ ബി 3, 1, 2, 4. ഓപ്ഷൻ സി 4, 1, 3, 2. ഓപ്ഷൻ ഡി 2, 4, 3, 1. ഉത്തരം ഓപ്ഷൻ ബി 3, 1, 2, 4. സന്യാസി കലാപം 1770-ലും വേലുത്തമ്പി ദളവയുടെ കലാപം 1809-ലും സന്താൾ കലാപം 1855-ലും ശിപ്പായി ലഹള 1857-ലും ആണ് നടന്നത്. ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി രചിച്ച നോവലേത്? ഉത്തരം ആനന്ദമഠം. ബംഗാളിൽ ദ്വിഭരണം നിർത്തലാക്കിയ ഗവർണർ ജനറൽ. ഉത്തരം വാറൻ ഹേസ്റ്റിങ്സ്. ഏത് ഗവർണർ ജനറലിൻ്റെ കാലത്താണ് റവന്യൂ ബോർഡ് രൂപീകരിച്ചത്? ഉത്തരം വാറൻ ഹേസ്റ്റിങ്സ്. റെഗുലേറ്റിംഗ് ആക്ട് ഇന്ത്യയിൽ നടപ്പിലാക്കിയത് ആരുടെ ഭരണകാലത്താണ്? ഉത്തരം വാറൻ ഹേസ്റ്റിങ്സ്. കൽക്കട്ടയിൽ സുപ്രീം കോടതി സ്ഥാപിച്ച ഗവർണർ ജനറൽ. ഉത്തരം വാറൻ ഹേസ്റ്റിങ്സ്. ഏതു ഗവർണർ ജനറലിൻ്റെ കാലത്താണ് ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചത്? ഉത്തരം വാറൻ ഹേസ്റ്റിങ്സ്. 1857-ലെ കലാപത്തിൻ്റെ കേന്ദ്രമായിരുന്ന അവധിനെ ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെറി ആയി വിശേഷിപ്പിച്ച ഗവർണർ ജനറൽ. ഉത്തരം ഡൽഹൗസി പ്രഭു. 1888-ൽ പ്രസിദ്ധീകരിച്ച ഇന്ത്യ എന്ന കൃതി രചിച്ചത് ഇന്ത്യയിലെ താഴെ പറയുന്ന ഏത് ഇംഗ്ലീഷ് സിവിൽ സർവീസുകാരനാണ്? ഓപ്ഷൻ എ സർ വില്യം ജോൺസ്. ബി ജോൺ സ്ട്രാച്ചി. സി വാറൻ ഹേസ്റ്റിങ്സ്. ഡി ചാൾസ് വുഡ്. ഉത്തരം ഓപ്ഷൻ ബി ജോൺ സ്ട്രാച്ചി. അസംഗാർ പ്രഖ്യാപനം ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ശിപ്പായി ലഹള. 1857-ലെ ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ആദ്യമായി പ്രതിഷേധം ഉയർത്തിയ ആൾ? ഉത്തരം മംഗൾ പാണ്ഡെ. ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം ഏത്? ഉത്തരം 1857. 1857-ലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം ഏത്? ഉത്തരം മീററ്റ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യത്തെ രക്തസാക്ഷി? ഉത്തരം മംഗൾ പാണ്ഡെ. ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഗവർണർ ജനറൽ ആരായിരുന്നു? ഉത്തരം കാനിങ് പ്രഭു. 1857-ലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം വ്യാപിക്കാത്ത പ്രദേശങ്ങൾ ഏവ? ഓപ്ഷൻ എ ഡൽഹി ആര. ബി ലക്നൗ ബറേലി. സി കാൺപൂർ മീററ്റ്. ഡി പഞ്ചാബ് ബോംബെ. ഉത്തരം ഓപ്ഷൻ ഡി പഞ്ചാബ് ബോംബെ. 1857-ലെ കലാപം അറിയപ്പെടുന്നത്? ഉത്തരം ശിപ്പായി ലഹള. ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വിപ്ലവം? ഉത്തരം 1857-ലെ വിപ്ലവം. 1857-ലെ വിപ്ലവത്തിൻ്റെ താൽക്കാലിക വിജയത്തെ തുടർന്ന് വിപ്ലവകാരികൾ ഡൽഹിയിൽ ചക്രവർത്തിയായി വാഴിച്ചത് ആരെയാണ്? ഉത്തരം ബഹദൂർ ഷാ രണ്ടാമൻ. 1857-ൽ
അവസാനത്തെ മുഗൾ ചക്രവർത്തി ബഹദൂർ ഷാ രണ്ടാമനെ നാടുകടത്തി മരിക്കുന്നതുവരെ തടവിൽ പാർപ്പിച്ചത് എവിടെയാണ്? ഉത്തരം ബർമ്മ. ശിപ്പായി ലഹള എന്നറിയപ്പെടുന്ന 1857 കലാപത്തെ ലക്നൌവിൽ നയിച്ചത് ആരാണ്? ഉത്തരം ബീഗം ഹസ്രത്ത് മഹൽ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്ന സ്ഥലം? ഉത്തരം ബംഗാൾ. ഝാൻസി റാണി വീരമൃത്യു വരിച്ച വർഷം? ഉത്തരം 1858. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധമില്ലാത്ത നേതാക്കന്മാർ ആരെല്ലാം? ഓപ്ഷൻ എ റാണി ലക്ഷ്മിബായ് ബീഗം ഹസ്രത്ത് മഹൽ. ഓപ്ഷൻ ബി താന്തിയ തോപ്പി നാനാ സാഹിബ്. ഓപ്ഷൻ സി കൻവർ സിംഗ് ഷാമൽ. ഓപ്ഷൻ ഡി സിദ്ധു കാനു. ഉത്തരം ഓപ്ഷൻ ഡി സിദ്ധു കാനു. സിദ്ധു കാനു എന്നിവർ സാന്താൾ കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏതാണ്? ഒന്ന്, ഡൽഹിയിലെ സമരത്തിന്റെ നേതാവ് റാണി ലക്ഷ്മിബായ് ആണ്. 2, ബീഹാറിലെ ആരയിൽ നേതൃത്വം വഹിച്ചത് നവാബ് വാജിദ് അലി ഷായാണ്. 3, കാൺപൂരിൽ സമരം നയിച്ചത് നാനാ സാഹിബ് ആണ്. ഓപ്ഷൻ എ 1ഉം 2ഉം തെറ്റ്. ഓപ്ഷൻ ബി 2ഉം 3ഉം തെറ്റ്. ഓപ്ഷൻ സി 1 മാത്രം തെറ്റ്. ഓപ്ഷൻ ഡി 3 മാത്രം തെറ്റ്. ഉത്തരം ഓപ്ഷൻ എ 1ഉം 2ഉം തെറ്റ്. ഡൽഹിയിലെ സമരത്തിന്റെ നേതാവ് റാണി ലക്ഷ്മിബായ് ആണെന്നതും ബീഹാറിലെ ആരയിൽ നേതൃത്വം വഹിച്ചത് നവാബ് വാജിദ് അലി ഷായാണെന്നതും തെറ്റുത്തരമാണ്. ഡൽഹിയിലെ സമരത്തിന്റെ നേതാവ് ജനറൽ ഭക്ത് ഖാനും ബഹദൂർ ഷാ രണ്ടാമനുമായിരുന്നു. അതുപോലെ തന്നെ ബീഹാറിലെ ആരയിൽ നേതൃത്വം വഹിച്ചത് കൻവർ സിംഗ് ആയിരുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യുവാൻ കർഷക രാജാവായി സ്വയം പ്രഖ്യാപിച്ചത് ആര്? ഉത്തരം ദേവി സിംഗ്. 1857 കലാപത്തിന് നാനാ സാഹിബ് നേതൃത്വം നൽകിയ സ്ഥലം ഏതായിരുന്നു? ഉത്തരം കാൺപൂർ. ബീഹാറിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം നയിച്ചത് ആരായിരുന്നു? ഉത്തരം കൻവർ സിംഗ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ഇന്ത്യയുടെ ഭരണം ബ്രിട്ടൻ ഏറ്റെടുത്തത് ഏത് വർഷമായിരുന്നു? ഉത്തരം 1858. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരണത്തിന് വിരാമമിടാൻ സഹായിച്ച ഘടകം ഏത്? ഉത്തരം 1857 മഹത്തായ വിപ്ലവം. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ വൈസ്രോയി ആര്? ഉത്തരം കാനിങ് പ്രഭു. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ കാനിങ് പ്രഭുവുമായി ബന്ധപ്പെടാത്തത് ഏത്? 1, ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയ് ആയിരുന്നു. 2, ദത്തവകാശ നിരോധന നിയമം പിൻവലിച്ചു. 3, ഇൽബർട്ട് ബിൽ അവതരിപ്പിച്ചു. 4, 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വന്നു. ഓപ്ഷൻ എ 1, 2. ഓപ്ഷൻ ബി 2, 3. ഓപ്ഷൻ സി 1 മാത്രം. ഓപ്ഷൻ ഡി 3 മാത്രം. ഉത്തരം ഓപ്ഷൻ ഡി 3 മാത്രം. ഇൽബർട്ട് ബിൽ അവതരിപ്പിച്ചു എന്നത് കാനിങ് പ്രഭുവുമായി ബന്ധമില്ലാത്തതാണ്. ഇൽബർട്ട് ബിൽ അവതരിപ്പിച്ചത് റിപ്പൺ പ്രഭുവാണ്. പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയതാര്? ഉത്തരം ലിട്ടൺ പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഹണ്ടർ വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിച്ചത് ആര്? ഉത്തരം റിപ്പൺ പ്രഭു. തീവ്രവാദത്തിന്റെ ഉയർച്ചയുമായി ബന്ധപ്പെട്ട വസ്തുതകൾ. 1, ബ്രിട്ടീഷ് ഭരണത്തിന്റെ യഥാർത്ഥ സ്വഭാവം തിരിച്ചറിയൽ. 2, ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി തകരുന്നു. 3, ലിറ്റണിന്റെയും കഴ്സണിന്റെയും പുരോഗമനപരമായ ഭരണനയങ്ങൾ. 4,
സമകാലിക അന്താരാഷ്ട്ര സ്വാധീനം. ഓപ്ഷൻ എ 1ഉം 2ഉം ശരിയാണ്. ഓപ്ഷൻ ബി 1, 2, 4 ശരിയാണ്. ഓപ്ഷൻ സി 3, 4 ശരിയാണ്. ഓപ്ഷൻ ഡി 2, 3, 4 ശരിയാണ്. ഉത്തരം ഓപ്ഷൻ ബി 1ഉം 2ഉം 4ഉം ശരിയാണ്. ബ്രിട്ടീഷ് ഗവൺമെൻറ് ഡൽഹി തലസ്ഥാനമാക്കിയ വർഷം. ഉത്തരം 1911. 1928 സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ വരുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി. ഉത്തരം ഇർവിൻ പ്രഭു. ധീര സ്വാതന്ത്ര്യ സമര സേനാനി ലാലാ ലജ്പത് റായിയുടെ മരണം സംഭവിച്ചത് ഏത് പ്രക്ഷോഭത്തോടനുബന്ധിച്ചാണ്? ഉത്തരം സൈമൺ കമ്മീഷൻ വിരുദ്ധ പ്രക്ഷോഭം. പിൻതീയതി വെച്ച ചെക്ക് എന്ന വിശേഷണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. 1. ഗാന്ധിജി ക്രിപ്സ് മിഷൻ. 2. ഗാന്ധിജി ക്യാബിനറ്റ് മിഷൻ. 3. ഗാന്ധിജി ക്വിറ്റ് ഇന്ത്യ. 4. ഗാന്ധിജി ഖിലാഫത്ത് പ്രസ്ഥാനം. ഓപ്ഷൻ എ 1 മാത്രം. ഓപ്ഷൻ ബി 2 മാത്രം. ഓപ്ഷൻ സി 3ഉം 4ഉം. ഓപ്ഷൻ ഡി 1ഉം 2ഉം. ഉത്തരം ഓപ്ഷൻ എ 1 മാത്രം. ഗാന്ധിജി ക്രിപ്സ് മിഷൻ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. ഉത്തരം ക്ലമന്റ് ആറ്റ്ലി. ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? ഉത്തരം മുഹമ്മദ് ഇക്ബാൽ. സ്വതന്ത്ര ഇന്ത്യയുടെ ഭൂപടം തയ്യാറാക്കിയത് ആര്? ഉത്തരം റാഡ്ക്ലിഫ്. താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതു സംഘടനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് കണ്ടെത്തുക. 1. 1885 ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിൽ വെച്ച് രൂപീകൃതമായി. 2. ആദ്യ സമ്മേളനത്തിൽ 72 പേർ പങ്കെടുത്തു. 3. ആദ്യ പ്രമേയം അവതരിപ്പിച്ചത് ജി സുബ്രഹ്മണ്യ അയ്യരായിരുന്നു. ഓപ്ഷൻ എ ഇന്ത്യൻ അസോസിയേഷൻ. ഓപ്ഷൻ ബി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഓപ്ഷൻ സി ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ. ഓപ്ഷൻ ഡി സ്വരാജ് പാർട്ടി. ഉത്തരം ഓപ്ഷൻ ബി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുന്നതിനു മുൻപ് എ.ഒ. ഹ്യൂം സ്ഥാപിച്ച സംഘടന. ഉത്തരം ഇന്ത്യൻ നാഷണൽ യൂണിയൻ. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ബഹുജന സമരങ്ങളിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ എ ക്വിറ്റ് ഇന്ത്യ സമരം. ബി ചമ്പാരൻ സമരം. സി നിസ്സഹകരണ സമരം. ഡി ഉപ്പു സത്യാഗ്രഹം. ഉത്തരം ഓപ്ഷൻ ബി ചമ്പാരൻ സമരം. കോൺഗ്രസിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് അല്ലെങ്കിൽ പൂർണ്ണ സ്വാതന്ത്ര്യമാണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം. ഉത്തരം 1929 ലാഹോർ സമ്മേളനം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം ഏത്? ഉത്തരം ക്വിറ്റ് ഇന്ത്യ സമരം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സംഘടനയുമായി യോജിക്കാത്ത പ്രസ്താവന ഏത്? 1. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ സെക്രട്ടറി W.C. ബാനർജി ആയിരുന്നു. 2. INCയുടെ ആദ്യ സമ്മേളനം നടത്താൻ തീരുമാനിച്ചത് പൂനെയിലായിരുന്നു. 3. INCയുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തത് 72 പേരായിരുന്നു. 4. INC രണ്ടാം സമ്മേളനം നടന്നത് മദ്രാസിൽ ആയിരുന്നു. ഓപ്ഷൻ എ 1, 2 യോജിക്കാത്തതാണ്. ഓപ്ഷൻ ബി 1, 2, 3 തെറ്റ്. ഓപ്ഷൻ സി 3, 4 തെറ്റ്. ഓപ്ഷൻ ഡി 1ഉം 4ഉം തെറ്റ്. ഉത്തരം ഓപ്ഷൻ ഡി 1ഉം 4ഉം പ്രസ്താവനകൾ യോജിക്കാത്തതാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ സെക്രട്ടറി അലൻ ഒക്ടേവിയൻ
ഹ്യൂം ആയിരുന്നു. ആദ്യ പ്രസിഡന്റ് ആയിരുന്നു WC ബാനർജി. നാലാമത്തെ പ്രസ്താവനയായ INC രണ്ടാം സമ്മേളനം നടന്നത് മദ്രാസിൽ അല്ല. INCയുടെ രണ്ടാം സമ്മേളനം നടന്നത് കൽക്കട്ടയിലായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1929 ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഉത്തരം ജവഹർലാൽ നെഹ്റു. 1920 INC സെഷൻ നിസ്സഹകരണ പ്രസ്ഥാനത്തിന് അംഗീകാരം നൽകി. എവിടെയാണ് സെഷൻ നടന്നത്? ഉത്തരം നാഗ്പൂർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിലെത്തിയ ഒരേയൊരു മലയാളി? ഉത്തരം ചേറ്റൂർ ശങ്കരൻ നായർ. ഉഷ മേത്തയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ഓപ്ഷൻ എ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ സമയത്ത് രഹസ്യ റേഡിയോ പ്രവർത്തിപ്പിച്ചു. ഓപ്ഷൻ ബി ഭൂഗർഭ പ്രസ്ഥാനത്തിന്റെ നേതാവ്. ഓപ്ഷൻ സി ആസാദ് ഹിന്ദ് ഫൗജിൽ ചേർന്നു. ഓപ്ഷൻ ഡി ധരാസനയിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകി. ഉത്തരം ഓപ്ഷൻ എ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ സമയത്ത് രഹസ്യ റേഡിയോ പ്രവർത്തിപ്പിച്ചത് ഉഷ മേത്തയായിരുന്നു. ബംഗാളിനെ രണ്ടായി വിഭജിച്ച വൈസ്രോയി? ഉത്തരം കഴ്സൺ പ്രഭു. 1905 ബംഗാൾ വിഭജനം റദ്ദാക്കിയ വൈസ്രോയി ആരായിരുന്നു? ഉത്തരം ഹാർഡിഞ്ച് പ്രഭു. കപ്പലോട്ടിയ തമിഴൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം VO ചിദംബരം പിള്ള. ബംഗാൾ വിഭജനത്തിന് എതിരായുള്ള പ്രതിഷേധ പരിപാടികളുടെ ഭാഗമായി രൂപം കൊണ്ട പ്രസ്ഥാനം? ഉത്തരം സ്വദേശി പ്രസ്ഥാനം. സാരേ ജഹാംസെ അച്ഛ എന്നു തുടങ്ങുന്ന ദേശഭക്തി ഗാനം ഏതു ഭാഷയിലാണ്? ഉത്തരം ഉറുദു. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയായത്? ഓപ്ഷൻ എ 1905 ജൂലൈ 20 ബംഗാൾ വിഭജിക്കാൻ കഴ്സൺ പ്രഭു ഉത്തരവിട്ടു. ഓപ്ഷൻ ബി ബംഗാൾ വിഭജനം 1905 ഒക്ടോബർ 16 നിലവിൽ വന്നു. ഓപ്ഷൻ സി ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള ഐക്യം തകർക്കാനാണ് ബംഗാൾ വിഭജിച്ചത്. ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. ഉത്തരം ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. ദേശീയതയുടെ ഉദയത്തിനുള്ള കാരണങ്ങൾ? 1 ബംഗാൾ വിഭജനവും വിഭജിച്ച് ഭരിക്കുന്ന നയവും. 2 പത്രങ്ങളും ആനുകാലികങ്ങളും. 3 ബ്രിട്ടീഷ് നയവും ഇൽബർട്ട് ബിൽ വിവാദവും. 4 യുദ്ധത്തിനു മുമ്പുള്ള ബ്രിട്ടീഷ് വിദേശ നയം ഇന്ത്യയിലെ മുസ്ലിം വികാരത്തെ അസ്വസ്ഥമാക്കി. ഓപ്ഷൻ എ 2ഉം 3ഉം ശരി. ഓപ്ഷൻ ബി 1, 2, 3, 4 ശരി. ഓപ്ഷൻ സി 2, 3, 4 ശരി. ഓപ്ഷൻ ഡി 3ഉം 4ഉം ശരി. ഉത്തരം ഓപ്ഷൻ ബി 1, 2, 3, 4 ശരിയാണ്. അതായത് എല്ലാം ശരിയാണ്. ബംഗാൾ വിഭജനവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? 1 ബംഗാൾ പ്രവിശ്യ വിഭജിക്കാനുള്ള ഉത്തരവ് കഴ്സൺ പ്രഭു പുറപ്പെടുവിച്ചു. 2 ഇത് ദേശീയതയുടെ വർദ്ധിച്ചുവരുന്ന വേലിയേറ്റം തടയാൻ ഉദ്ദേശിച്ചുള്ളത് ആയിരുന്നു. 3 മതപരമായ അടിസ്ഥാനത്തിൽ ഇന്ത്യക്കാരെ വിഭജിക്കാനുള്ള ശ്രമമായി ഇതിനെ ഇന്ത്യൻ ദേശീയവാദികൾ കണ്ടില്ല. ഓപ്ഷൻ എ എല്ലാം ശരിയാണ്. ഓപ്ഷൻ ബി 1ഉം 2ഉം മാത്രം ശരി. ഓപ്ഷൻ സി 1ഉം 3ഉം മാത്രം ശരി. ഓപ്ഷൻ ഡി 2ഉം 3ഉം മാത്രം ശരി. ഉത്തരം ഓപ്ഷൻ ബി 1ഉം 2ഉം മാത്രം ശരി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനത്തെക്കുറിച്ചുള്ള പ്രസ്താവനകൾ പരിഗണിക്കുക.
ഒന്ന്. ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. 2. ജനുവരി 26 രാജ്യത്തുടനീളം സ്വാതന്ത്ര്യദിനമായി ആഘോഷിക്കാൻ ഈ കോൺഗ്രസ് തീരുമാനിച്ചു. 3. ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചു. തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ 1ഉം 2ഉം തെറ്റ്. ഓപ്ഷൻ ബി 3 മാത്രം തെറ്റ്. ഓപ്ഷൻ സി 1ഉം 3ഉം തെറ്റ്. ഓപ്ഷൻ ഡി 1, 2, 3 തെറ്റ്. ഉത്തരം ഓപ്ഷൻ ബി. മൂന്നാമത്തെ പ്രസ്താവനയായ ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചു എന്നത് തെറ്റാണ്. കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? 1. ലക്ഷ്യം പൂർണ്ണ സ്വരാജ് എന്ന് പ്രഖ്യാപിച്ചു. 2. ഗാന്ധിജി കോൺഗ്രസിൻ്റെ പ്രസിഡന്റായി. 3. സിവിൽ നിയമലംഘന പ്രസ്ഥാനം തുടങ്ങാൻ തീരുമാനിച്ചു. ഓപ്ഷൻ എ 1 മാത്രം തെറ്റ്. ഓപ്ഷൻ ബി 2 തെറ്റ്. ഓപ്ഷൻ സി 1ഉം 2ഉം തെറ്റ്. ഓപ്ഷൻ ഡി 1ഉം 3ഉം തെറ്റായ പ്രസ്താവനയാണ്. ഉത്തരം ഓപ്ഷൻ ബി 2 മാത്രം തെറ്റ്. ഗാന്ധിജി കോൺഗ്രസിൻ്റെ പ്രസിഡന്റായത് ലാഹോർ സമ്മേളനത്തിലാണ് എന്നത് തെറ്റാണ്. ഗാന്ധിജി കോൺഗ്രസിൻ്റെ പ്രസിഡന്റായത് 1924 ബെൽഗാം സമ്മേളനത്തിലാണ്.